ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ട്രിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വൈകിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ നേരെ നമ്മളെ വണ്ടി കൊണ്ട് കഴുകാൻ കൊടുത്താൽ കഴുകുന്നിടത്തോണ്ടിട്ടു. അന്നേരം നമ്മൾ രാവിലെ ഇപ്പോൾ വണ്ടിയും കാര്യങ്ങളെല്ലാം കഴുകി ഇനിയിപ്പോൾ അടുത്ത ഓട്ടം പോവുകയാണ്. ഓക്കെ, നമുക്കിന്ന് ചെറിയൊരു കല്യാണോട്ടം കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9 മണിയാണ്. നമുക്ക് 10 മണിയാകുമ്പോൾ വണ്ടിയും കാര്യങ്ങളെല്ലാം കൊടുക്കണം. അപ്പോൾ നമുക്കിനിപ്പോൾ ഇവിടുന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് നേരെ ആളെയും കയറ്റി നമുക്ക് പറഞ്ഞിരിക്കുന്ന ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം പതുക്കെ റിവേഴ്സും കാര്യങ്ങളെല്ലാം എടുത്തത് റോഡിലോട്ട് ഇറങ്ങി നമ്മൾ പോവാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കുറച്ച് വെച്ചലൊക്കെയാണ് അങ്ങ് പോകുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ചെറുതായിട്ടൊന്ന് ലേറ്റായി പോയി. 10 മണിക്ക് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ സമയം 9 മണിയും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് അത്യാവശ്യം ഒരു 1.25 മണിക്കൂറോളം ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ കുറച്ച് ലേറ്റായി പോയതാണ്. ഞാനും അശ്വിനും കൂടെ വെച്ചടിച്ചങ്ങ് പോവാണ്. ഓക്കെ, അപ്പം അശ്വിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മളാണ് വണ്ടിയിൽ ലൈറ്റും പാട്ടും കാര്യങ്ങളെല്ലാം ക്യാബിനിലിട്ടൊക്കെയാണ് നമ്മൾ അടിച്ചു പൊളിച്ചാണ് പോകുന്നത്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് അവരെയും കയറ്റിയിട്ട് അവരെയും കൂടെ അടിച്ചു പൊളിപ്പിച്ചിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാൻ. ഓക്കെ, അടിച്ചു പൊളിച്ച് വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം അടുത്തെത്താറായിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 10-15 മിനിറ്റും കൂടി ഉള്ളൂ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മാക്സിമം ഡെയിലി വീഡിയോയും കാര്യങ്ങളെല്ലാം ഇടാൻ പറ്റുന്നുണ്ട്, മാക്സിമം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഒരു ദിവസം വീഡിയോ പെൻഡിങ് വന്നത്. അപ്പോൾ ഇന്ന് മുതൽ വീണ്ടും നമ്മൾ പഴയ പോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ചെയ്ത് നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിവിടെ വണ്ടിയും കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് ഇറങ്ങി ആളെയും കാര്യങ്ങളെല്ലാം കയറ്റിയിട്ട് നമുക്ക് പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം 1-2 പേരും കൂടി ഉള്ളൂ, അവരിപ്പോൾ വരും. ഓക്കെ, അവരെ നമ്മുടെ വില്ലക്കകത്ത് കയറ്റിയിട്ടില്ല കേട്ടോ. നമ്മൾ സമയം പോയതുകൊണ്ട് തന്നെ നമ്മൾ വഴിയിൽ ഒതുക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ വഴിയിൽ ഒതുക്കി. അപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പം ഇവിടെ ട്രെയിനും പോകുന്നു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ട്രെയിൻ പോയ പുറകെ അത് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വണ്ടിയും എടുത്ത് പെട്ടെന്ന് പോകണം. അങ്ങനെ അവർക്ക് വേണ്ട പാട്ടും കാര്യങ്ങളെല്ലാം ഇട്ട് നമ്മൾ ഇവിടുന്ന് നേരെ വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ അവർ തന്ന ലൊക്കേഷനുള്ള ഹോട്ടലിലോട്ട് പോകണം കേട്ടോ. അതൊരു വലിയൊരു ഓഡിറ്റോറിയം ആണ്. ഓക്കെ, അപ്പം അവിടെ അങ്ങോട്ട് പോകണം. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ലെങ്ത്ത് കുറച്ചാണ് ഇടുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് മാക്സിമം പോയ ഒരു 7 മിനിറ്റ് ആ ഒരു റേഞ്ചിലാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളെല്ലാം ഇടുന്നത്. ഓക്കെ, അപ്പം മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പോൾ വണ്ടിയിൽ എല്ലാവരും കിടന്ന് അത്യാവശ്യം നല്ലതുള്ളൊരും പരിപാടിയൊക്കെയാണ്. കുറേ പിള്ളേരും ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ട് പോവാണ്. അപ്പം പോകുന്ന വേറെ ഒന്നുമല്ല, വില്ലയുടെ ഓണറിൻ്റെ മോൻ്റെ കല്യാണമാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് എല്ലാവരും ഒരു ബസ് വിളിച്ചങ്ങ് പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കണം, അത്യാവശ്യം ഗ്രാൻഡ് പരിപാടിയൊക്കെയാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ സെറ്റ് ചെയ്തേക്കണേന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അതൊക്കെ അപ്പോൾ നമുക്കിനിപ്പം വണ്ടിയായിട്ട് നേരെ അവരുടെ അങ്ങോട്ട് പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ വന്ന വഴി ഡീസലും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടില്ല കേട്ടോ. അടിക്കണം എന്ന് ഓർത്തായിരുന്നു, പിന്നെ നമ്മൾ അടിച്ചില്ല. അങ്ങനെ ഫൈനലി അടിക്കാത്തതിൻ്റെ ഒരു കാരണമുണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ഫൈനലി ഇവിടെ ഓഡിറ്റോറിയത്തിൽ കയറ്റിയിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ജസ്റ്റ് കൊണ്ട് തിരിച്ച് ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഓരോന്നായിട്ട് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ ഒരു 4-5 മണിക്കൂർ ഓളം ഇവിടെ കിടക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്കും ഫുഡ് കഴിക്കാൻ നേരം അവർ വിളിക്കും. അപ്പോൾ പിന്നെ നമ്മളും പോയി ഫുഡും കാര്യങ്ങളെല്ലാം കഴിക്കണം. ഓക്കെ, അങ്ങനെ ആൾക്കാരെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ വണ്ടിക്കകത്ത് കയറിയിട്ട് ചുമ്മാ ഫോൺ നോക്കിയൊക്കെ കിടന്ന് സമയം കളയാം. അപ്പോൾ ഗൈസ് ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്, വണ്ടി കയറിയിട്ടുണ്ട്. ഞാനൊരു 4-5 മണിക്കൂർ എടുക്കുന്ന പ്രതീക്ഷ. എങ്ങനെയാണെങ്കിലും ഒരു 3-3.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും വന്നിട്ടുണ്ട്, ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇപ്പോൾ സമയം ഒരു 3 മണിയായി. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇതെടുത്ത് ഇവരെ തിരിച്ചു കൊണ്ട് ഇറക്കിയിട്ട് നമുക്ക് നേരെ നമ്മുടെ ഷെഡിലോട്ടല്ല നമ്മൾ വണ്ടിയായിട്ട് പോകുന്നത്, നമ്മൾ നേരെ സ്റ്റിക്കർ ചെയ്യുന്ന സ്ഥലത്തോട്ടാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്യാൻ പോയിട്ട് കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് ബാക്കി പരിപാടി ചെയ്യാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് ഇന്ന് ബാക്കി പരിപാടിയൊക്കെ ആയിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിച്ച് വണ്ടി തുള്ളി മറിയുവാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവരെ കൊണ്ട് ഇറക്കിയിട്ട് നമുക്ക് നേരെ ഒരു പമ്പിൽ പോയി അത്യാവശ്യം ഡീസലും കാര്യങ്ങളെല്ലാം അടിച്ചിട്ട് വേണം നമുക്ക് സ്റ്റിക്കർ ഷോപ്പിൽ പോകാൻ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ തിരിച്ച് ഇവരുടെ വില്ലയുടെ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവരെ ഇറക്കണം. നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ഫ്രണ്ട് ഒതുക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് എല്ലാവരും ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫണ്ടും കാര്യങ്ങളെല്ലാം മേടിക്കാൻ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവർ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിപ്പോൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടുന്ന് പോവുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നേരെ പോകേണ്ടത് ഒരു പമ്പിൽ പോകണം, ഡീസൽ അടിക്കണം, എന്നിട്ട് അവിടുന്ന് നേരെ സ്റ്റിക്കർ ഷോപ്പിലോട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.